നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇദ്ദേഹത്തിന്റെ സംശയം വളരെ ഗൗരവതരമായ ഒന്നാണ്. എന്ന് വെച്ചാൽ ലൈംഗിക രോഗത്തിന്റെ മരുന്ന് ഒരിക്കൽ കഴിച്ചു തുടങ്ങിയാൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയമാണ് അദ്ദേഹത്തിനുള്ളത്. എന്താണ് ഡോക്ടർക്ക് പറയാൻ? ഞാൻ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റാണ്. ഇദ്ദേഹം 2006 മറ്റോ ആണെന്ന് തോന്നുന്നു ഞങ്ങളെ വന്ന് കണ്ടതാണ്. ആ സമയത്ത് അന്ന് വന്നത് ഒരു ഉദ്ധാരണക്കുറവായിട്ടാണ്. മരുന്ന് കൊടുത്തു. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് അദ്ദേഹം വീണ്ടും വന്ന സമയത്താ പറയുന്നത്, ഡോക്ടറെ ഞാൻ 2006 വന്ന ഡോക്ടറെ കണ്ടതാണ്, ഇന്ന സ്ഥലത്ത് ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ വന്ന് കണ്ടതാണ്. അപ്പൊ ചോദിച്ചു എന്തായിരുന്നു അന്ന് ഉദ്ധാരണക്കുറവായിരുന്നു, എത്ര നാൾ മരുന്ന് കഴിച്ചു? അന്നൊരു മാസം, 1-2 മാസം മരുന്ന് കഴിച്ചതേ ഉള്ളൂ. അന്ന് എൻ്റെ പ്രശ്നങ്ങൾ മാറി. പിന്നെ എങ്ങനെയാ, പിന്നെ എത്ര നാളത്തേക്ക് കുഴപ്പമില്ല, പിന്നെ എപ്പോഴാണ് വീണ്ടും ഈ പ്രശ്നം വന്നത്? അതിനുശേഷം ഒരു 10-12 വർഷത്തേക്ക് എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ 1 അല്ലെങ്കിൽ മാക്സിമം 3 മാസം വരെ ആയിരിക്കണം ആ കാലത്ത് മരുന്ന് കൊടുത്ത് 2006. അതിനുശേഷം പിന്നീടുള്ള ഒരു 10-12 വർഷത്തേക്ക് അദ്ദേഹം പെർഫെക്റ്റ്ലി നോർമലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് തിരിച്ചെത്തിയത്, ചികിത്സ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഓരോ രോഗിയുടെയും അവസ്ഥയനുസരിച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ചില വ്യക്തികൾക്ക് ചിലപ്പോൾ സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെങ്കിൽ അതിന് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ മരുന്നുകളും ആ കൂട്ടത്തിൽ കൊടുത്തു എന്ന് വരാം, ഒരു കോൺഫിഡൻസ് കൂടാനൊക്കെ. ആ മരുന്ന് ചിലപ്പോൾ ഇന്നിപ്പോൾ ഒരു രോഗിയോട് പറഞ്ഞു 1 മാസം മാത്രം മരുന്ന് കഴിച്ചാൽ മതി, അതിനുശേഷം അദ്ദേഹത്തിന് മരുന്നിന് ആവശ്യമില്ല. മറ്റു ചിലർക്ക് നമ്മളൊരു 3 മാസം വരെ മരുന്ന് കൊടുക്കും, എന്നിട്ട് നിർത്തിക്കളയാൻ പറയും, അല്ലെങ്കിൽ ഗ്രാജുവലി ടേപ്പർ ഓഫ് ചെയ്യും, വന്ന് കാണാൻ പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് ക്രമേണ അത് കുറച്ച് നിർത്തിക്കളയുന്ന ഒരു രീതിയുണ്ട്. ഇനി ചില വ്യക്തികൾക്ക് ഒരു വീനസ് ഇൻസഫിഷ്യൻസി ആണ്, അല്ലെങ്കിൽ ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി ആണ്, പ്രമേഹം കാരണം ലിംഗത്തിനകത്ത് കേടുപാട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം എപ്പം മരുന്ന് നിർത്തിയാലും തിരിച്ചാ പഴയ അവസ്ഥയിലേക്കും. അപ്പോൾ അവർക്ക് മരുന്ന് കൂടുതൽ ലോങ് ടൈം ആയിട്ട് കഴിക്കേണ്ടി വരും. പക്ഷെ കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മരുന്ന് നമ്മൾ കൊടുത്താൽ അതൊരു 6 മാസത്തേക്ക് എഫക്റ്റീവ് ആയിരിക്കും. അത് കഴിയുമ്പോൾ പതുക്കെ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞ് എഫക്റ്റ് ഇല്ലാതെ വരും. അപ്പോൾ വീണ്ടും ഡോസ് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ മരുന്ന് മാറ്റേണ്ടി വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ദീർഘകാലമായിട്ട് മരുന്ന് കഴിക്കേണ്ട വ്യക്തികളിൽ അങ്ങനെയുള്ള അസുഖമാണ് ഉള്ളത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സെക്സ് അത്രയും ഇഷ്ടമാണ്, സെക്സ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പങ്കാളിയും അത്രയും താല്പര്യമുള്ള ആളാണ്, റെഗുലറായിട്ട് സെക്സ് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ മരുന്ന് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഇംപ്ലാന്റ് ഓപ്പറേഷനാണ്. കാരണം 2-3 വർഷം റെഗുലറായിട്ട് മരുന്ന് കഴിക്കുന്ന പൈസ അത് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാ ചെലവുകളും, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ 2 കൊല്ലം മരുന്ന് കഴിക്കുന്ന കാശ് മതിയായിരുന്നു, എന്താ ഇത്രയും ദൂരത്തുനിന്നുള്ള യാത്ര, അതിൻ്റെ മെനക്കേട്, സമയം, മരുന്നിൻ്റെ വില, ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 2 കൊല്ലം മരുന്ന് കഴിക്കുന്ന കാശ് മതി ഇംപ്ലാന്റ് കഴിക്കാൻ. അതുകൊണ്ട് എനിക്ക് ഇംപ്ലാന്റ് മതി. ഇനി ഞാൻ മരുന്ന് കഴിച്ച് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. മരുന്ന് കഴിച്ചാൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലേ ബന്ധപ്പെടാൻ പറ്റും, അല്ലാതെ പറ്റില്ല. ഇംപ്ലാന്റ് ഉണ്ടെങ്കിൽ എപ്പം മനസ്സിലാഗ്രഹിച്ചാലും ബന്ധപ്പെടാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ ഇംപ്ലാന്റ് ഓപ്പറേഷൻ റെക്കമെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം ഒരു മരുന്നും ആവശ്യമില്ല. മാത്രമല്ല പിന്നീട് മറ്റെന്തെങ്കിലും രോഗങ്ങൾ, കാർഡിയാക് പ്രോബ്ലംസോ കിഡ്നി പ്രോബ്ലംസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരാം. അപ്പോൾ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ഏത് മരുന്നുകളും കഴിക്കാം, ഒരു കോംപ്ലിക്കേഷനോ സൈഡ് എഫക്റ്റോ ഒന്നും ഉണ്ടാവുന്നില്ല. ആരോഗ്യമുള്ളിടത്തോളം കാലം, മനസ്സിലാഗ്രഹിക്കുന്നിടത്തോളം കാലം, പങ്കാളി തയ്യാറുള്ളിടത്തോളം കാലം ലൈംഗിക ബന്ധം എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എത്ര സമയം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഏറ്റവും തൃപ്തികരമായ ഒരു കാര്യം അതാണ്. അപ്പൊ എല്ലാ രോഗികൾക്കും ഒരേ ചികിത്സയല്ല. എല്ലാ രോഗികളും ഒരിക്കലും മരുന്ന് നിർത്താതെ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടവരല്ല. ഓരോ രോഗിയുടെയും അവസ്ഥയനുസരിച്ച് ആ ഇൻഡിവിജ്വലിന്റെ പ്രത്യേകതകൾ, സാഹചര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. എന്തായാലും ആ സംശയത്തിനുള്ള വ്യക്തമായ മറുപടി ലഭിച്ചു എന്ന് വരുന്നു. പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന മാതിരി ആജീവനാന്തകാലം മരുന്ന് കഴിക്കേണ്ട ഒന്നല്ല ലൈംഗിക രോഗത്തിനുള്ള മരുന്നുകൾ. അപ്പോൾ അത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.